മാഷെ, ജെൻസി കലാപം വീണ്ടും ഉണ്ടായിട്ടുണ്ട്. മെക്സിക്കോയിലാണ്. നിസ്സാരമായി കാണാൻ പറ്റില്ല. 50ഓളം നഗരങ്ങളിലാണ് ഇവർ ഇറങ്ങിയത് എന്ന് പറയുന്നു. ഇതിൽ ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ നടന്നത് മെക്സിക്കോ സിറ്റിയിൽ തന്നെയാണ്. അവിടുത്തെ മെക്സിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ക്ലോഡിയ ഷെയിൻബോമിന്റെ വസതിയും ഓഫീസും ഒക്കെ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാലസിന് പുറത്താണ്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഷെയ്ഖ് ഹസീനയ്ക്ക് ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തോടൊക്കെ ഉപമിക്കാൻ നമുക്ക് ഏതാണ്ട് കഴിയുമെന്നാണ് തോന്നുന്നത്. എന്താണ് പെട്ടെന്ന് ഇത്തരത്തിലൊരു ജെൻസി പ്രക്ഷോഭം? ഈ ജെൻസികളെ കയ്യിലെടുക്കുന്നത് ആരാണ്? ഇവർ വെച്ചിട്ട് ആർക്കാണ് ചില അജണ്ടകൾ നടപ്പാക്കാനുണ്ട് എന്ന് തോന്നുന്നത് പോലെയാണ് പല രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ ജെൻസി വന്നുകൊണ്ടിരിക്കുന്നത്. അതെ അതെ, നമ്മൾ ഈ ജെൻസി കലാപത്തെ പൊതുവെ വിളിക്കുന്നത് ഡീപ് സ്റ്റേറ്റ് അതിന് കാരണക്കാരാണ്. ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യത്തെയും ഭരണകൂടത്തെ ശിഥിലമാക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു വൈദേശിക ശക്തിയെയാണ് നമ്മൾ ഡീപ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. അദൃശ്യമായ ഭരണകൂടമായി അവർ ആ രാജ്യത്തുണ്ടാകും. അവരവസരം കാത്തു നിൽക്കുകയായിരിക്കും. രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ ആവശ്യമായ ആശയപരമായ വിത്ത് അവരിടും, പ്രചാരണങ്ങൾ അവർ നടത്തും, പണം അവർ കൊടുക്കും. ഈ റിസോഴ്സിനെ, ഇത്തരത്തിലുള്ള ആളുകളെ ഇളക്കി വിടേണ്ട ശക്തികൾ ആരാണോ ചെറുപ്പക്കാരെ അവർ ഇറക്കി വിടും. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടാനിടയുള്ളത് ചെറുപ്പക്കാരാണ്. അതുകൊണ്ടാണ് ജെൻസി നമ്മൾ വിളിക്കുന്നത്. ഈ ഒരു പ്രത്യേക പ്രായം, കൃത്യമായി പറഞ്ഞാൽ 15 വയസ്സിനും 35 വയസ്സിനും ഇടയിൽ നമ്മൾ യൂത്ത് എന്ന് പറയില്ലേ, ആ പ്രായക്കാരെയാണ് ഈ ജെൻസി എന്ന് വിളിക്കുന്നത്. അതിനിപ്പോൾ അവർ പറയുന്നത് 1990നും 2010നും ഇടയിൽ ജനിച്ചവർ. സിമ്പിളാണല്ലോ. 2010 ജനിച്ചാൽ ഇപ്പോൾ 15 വയസ്സ്, 90 ജനിച്ചാൽ 35 വയസ്സ്. അപ്പോൾ 90നും 35 വയസ്സിനിടയിലുള്ള ചെറുപ്പക്കാരെ, അവരാണ്, അവർക്ക് ആവേശം ഉണ്ടാവും, അവർക്കാണ് പ്രതിഷേധം ഉണ്ടാവുക, അവർക്കാണ് പ്രതികാരം ഉണ്ടാവുക, അവരെയാണ് ഇളക്കി വിടാൻ എളുപ്പം, അവർക്കാണ് ലൈഫിൽ സ്വപ്നങ്ങൾ ഉണ്ടാവുക, അവർക്കാണ് പെട്ടെന്ന് അമർഷം വരിക, വിദ്വേഷം വരിക, അവരാണ് രോഷം കൊള്ളുക. അതാണ് നമ്മൾ ഈ ക്ഷുഭിത യൗവനം എന്ന് പറയില്ലേ, ആ പ്രായം. അപ്പോൾ അതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത്. പല രാജ്യത്ത് വന്നു. ഇതിപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കലാപങ്ങൾ പഴയ മുല്ലപ്പൂ വിപ്ലവത്തിന് ശേഷം 90കളിലെ മുല്ലപ്പൂ വിപ്ലവം നടന്നല്ലോ, ഇതേപോലെ തന്നെയായിരുന്നു. ഒരു ട്രെൻഡ് ഒരിടത്ത് തുടങ്ങി വന്നിട്ട് പിന്നെ അത് ഇങ്ങനെ പ്രചരിക്കാനുണ്ടായി, പല രാജ്യങ്ങളിലേക്ക് പടർന്നു പിടിക്കാനുണ്ടായി 90കളിൽ. അന്ന് അതിനുശേഷം അതെനിക്ക് തോന്നുന്നു 10-12 രാജ്യങ്ങളിലേക്ക് പടർന്നു കയറിപ്പോയി. അത് പലയിടത്തും ഭീകരമായിട്ട് അമർത്തി, പലയിടത്തും അവിടെ വേര് പിടിച്ച ഭരണകൂടങ്ങളെ അട്ടിമറിക്കപ്പെട്ടു. ഏതായാലും ആഗോളതലത്തിൽ ഇഷ്യൂ ആയി. അതിനുശേഷം വന്ന പുതിയൊരു സാധനമാണ് ജെൻസി. അപ്പോൾ ടുണീഷ്യയിൽ നിന്നാണ് മറ്റേത് തുടങ്ങിയത്, മുല്ലപ്പൂ വിപ്ലവം. അതുകൊണ്ടാണ് മുല്ലപ്പൂ വിപ്ലവം എന്ന് പേര് വന്നത്. അറിയാലോ, മുല്ലപ്പൂ വിപ്ലവം എന്ന് പറഞ്ഞപ്പോൾ ടുണീഷ്യയുടെ ദേശീയ പുഷ്പമാണ് ജാസ്മിൻ. അതുകൊണ്ടാണ് ജാസ്മിൻ റവല്യൂഷൻ എന്ന് പേര് വന്നത്. അത് 10-12 രാജ്യങ്ങളിലേക്ക് പടർന്നു കയറി. ചിലയിടത്തൊക്കെ ജയിച്ചു, ചിലയിടത്തൊക്കെ അടിച്ചമർത്തപ്പെട്ടു. എന്തായാലും ആ ട്രെൻഡ് 90കളിൽ അവസാനിച്ചു. ഇപ്പോൾ ഏതാണ്ട് ഒരു 10-30 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ വന്നിരിക്കുന്ന ഒരു പുതിയ ട്രെൻഡാണ് ഈ ജെൻസി. ജെൻസി എന്ന് പറയുന്നത് ഈ പറഞ്ഞ അന്ന് ഈ മുല്ലപ്പൂ വിപ്ലവ കാലത്ത് ജെൻസി നമ്മൾ ഈ ഡീപ് സ്റ്റേറ്റ് കേട്ടിട്ടില്ല. ടുണീഷ്യയിലെ കലാപം കാരണക്കാരാണ് അവിടുത്തെ തന്നെ ചെറുപ്പക്കാരാണ്. തൊഴിലില്ലായ്മ, പട്ടിണി, ദാരിദ്ര്യം, ഈ ഭരണകൂടത്തിന്റെ അഴിമതി, ഇതൊക്കെയാണ് എല്ലായിടത്തും. അതുകൊണ്ടാണ് പൊതുവേ മുല്ലപ്പൂ വിപ്ലവം എന്ന് പറഞ്ഞത്. പക്ഷേ അതിന്റെ കാരണം അത് സ്പോണ്ടാനിയസ് ആയിരുന്നു, ജെനുവിൻ ആയിരുന്നു. എന്ന് വെച്ചാൽ എന്തായാലും പറയാ, ഇൻഡിജിനിയസ്, അവിടുത്തെ ആളുകൾ തന്നെ ഉണ്ടാക്കിയെടുത്ത കലാപമായിരുന്നു അത്. അതേസമയത്ത് ജെൻസി അങ്ങനെയല്ല. ജെൻസിയുടെ പിന്നിൽ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തിൻ്റെ, ഏതെങ്കിലും ഒരു ശത്രു രാജ്യത്തിൻ്റെ കരങ്ങൾ പണമായി, പ്രചാരണമായി, രാഷ്ട്രീയ ഇടപെടലായി ഒക്കെ വർക്ക് ചെയ്തു. അതുകൊണ്ടാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതാണ് വ്യത്യാസം. അപ്പൊ ഡീപ് സ്റ്റേറ്റിന്റെ ഇടപെടൽ നമ്മൾ ആദ്യം കണ്ടത് ശ്രീലങ്കയിലാണ്. അവിടെ നിന്നാണ് ഭരണകൂടത്തെ തകർത്ത് മന്ത്രിമാരെയൊക്കെ ആട്ടി ഓടിച്ച്. അതാ അതിൻ്റെ ഒരു പൊതു സ്വഭാവം. ആ ഭരണകൂടത്തെ നേർക്കുനേരെ, അത് മുല്ലപ്പൂ വിപ്ലവത്തിൽ ഇല്ലാത്തതാണ്. മുല്ലപ്പൂ വിപ്ലവത്തിൽ പ്രതിഷേധം നടത്തിയിട്ട് ഭരണകൂടത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കുറെ കൂടി വയലന്റ് ആണ്, അഗ്രസീവാണ്. ഭരണകൂട സുഖവാസം കൊള്ളുന്ന കൊട്ടാരങ്ങൾ തന്നെ ഇടിച്ച് തകർക്കുക, അത് അവിടെ തുടങ്ങിയതാണ്. മന്ത്രിമാരെയൊക്കെ ഈ രാജ്യത്ത് കണ്ടുപോകരുത് എന്ന് പറഞ്ഞ് പുറത്താക്കുക. ഇനിയിപ്പോൾ ഇത് രാഷ്ട്രീയമാകാതിരിക്കാൻ പ്രതിപക്ഷ നേതാക്കന്മാരെ കൂടി ആക്രമിച്ചു. ഇനിയിപ്പോൾ ഈ ക്രമമേ വേണ്ട, നിങ്ങൾ ഇത്രയും കാലം ഭരിച്ചു മുടിച്ച ഭരണകക്ഷിയോ പ്രതിപക്ഷമോ ഞങ്ങൾക്ക് വേണ്ട. അതാണ് ശ്രീലങ്കയിൽ കണ്ടത്. ശ്രീലങ്കയിൽ നിന്ന് കണ്ടത്. പിന്നെ നമ്മൾ കണ്ടത് പാകിസ്ഥാനിലൊരു കലാപം ഉണ്ടായി. പാകിസ്ഥാനിൽ ഇമ്രാൻഖാൻ പുറത്തായി. അതുപോലെ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് ബംഗ്ലാദേശിലാണ്, അല്ലേ? ബംഗ്ലാദേശിലെ കലാപം, ഷെയ്ഖ് ഹസീന പുറത്തായി, നാട് വിട്ടു, അവിടുത്തെ കൊട്ടാരങ്ങളൊക്കെ തകർത്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടതാണ് ഇപ്പോൾ ഇവിടെ നേപ്പാളിലെ കലാപം. നേപ്പാളിലും ഇതേപോലെ തന്നെ. ഇപ്പോൾ ഒടുവിൽ
ഒടുവിലത്തെ കലാപമാണ് ഇപ്പോൾ ആ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ മെക്സിക്കോയിൽ. മെക്സിക്കോയിൽ ഇത് തന്നെ ചിത്രം. മെക്സിക്കോയില് അവിടുത്തെ പെട്ടെന്നുള്ള ഒരു കാരണം എന്ന് പറയുന്നത് പടിഞ്ഞാറൻ സംസ്ഥാനമായിട്ടുള്ള മൈക്കോവാക്കനിലെ ഉറുപ്പാനിലെ മേയറായിരുന്ന കാർലോസ് ആൽബർട്ടോ മാൻസ റോഡ്രിഗസിന്റെ കൊലപാതകമാണ് പ്രകോപനം എന്നാണ് പറയുന്നത്. അത് കറക്റ്റാണ്, പ്രധാനപ്പെട്ട പ്രകോപനം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ ഈ കുറ്റവാളികൾ അവിടുത്തെ മെക്സിക്കോയിലെ പ്രശ്നം സത്യമാണ്. മെക്സിക്കോയിലെ ഒരു മേയറെ ഈ ക്രിമിനൽസ് കൊന്നു, കുറ്റവാളികൾ, ഗുണ്ടകൾ, അവരുടെ ഒരു മാഫിയയാണ്. ഇപ്പം മെക്സിക്കോ നീ ഏറ്റവും കൂടുതൽ വാർത്തകൾ കണ്ടിട്ടുണ്ടാവുക ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റിലാണ്. ട്രംപിന്റെ മാത്രമല്ല, ബൈഡന്റെയും. അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലവേദന മെക്സിക്കോ വഴി കടന്നു വരുന്ന മയക്കുമരുന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രഗിന്റെ മാർക്കറ്റാണ് മെക്സിക്കോ. മെക്സിക്കോയിലേക്ക് ഡ്രഗ് വരുന്നത്, ഡ്രഗ് എത്തിക്കലാണ് ലോകത്തിലെ എല്ലാ ഡ്രഗ് മാഫിയയുടെയും പണി. മെക്സിക്കോയുടെ പണി അത് ലോകത്തിലേക്ക് സംസ്കരിച്ച് അല്ലെങ്കിൽ അതിന് വീര്യം വർദ്ധിപ്പിച്ച് വാല്യൂ ആഡഡ് എന്ന് പറയില്ലേ, വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആക്കിയിട്ട് വിതരണം ചെയ്യാം. ഇത് മെക്സിക്കോയും അമേരിക്കയും തമ്മിൽ ഒരു മലമടക്കിന്റെ വ്യത്യാസമേ ഉള്ളൂ. നമ്മളിപ്പോൾ സഖ്യപർവ്വം എന്ന് പറയുമ്പോൾ തമിഴ്നാടും കേരളവും തമ്മിലുള്ളതുപോലെ ഒരു മലമടക്കിന്റെ വ്യത്യാസമേ ഉള്ളൂ. അല്ലെങ്കിൽ നേപ്പാളും ഇന്ത്യയും എന്ന് പറയുന്ന പോലെ ഒരു പർവ്വതത്തിന്റെ ഒരു പാസ് കടന്നു വന്നാൽ എത്തും. അപ്പോൾ ഈ മെക്സിക്കോയിൽ അമേരിക്കയിൽ നിരോധിക്കപ്പെട്ട മരുന്നുകൾ മുഴുവൻ അമേരിക്കയിൽ കിട്ടും, ഡ്രഗുകൾ മുഴുവൻ. ഈ ഡ്രഗ് മുഴുവൻ ഉൽപ്പാദിപ്പിക്കുന്നത് മെക്സിക്കോയിലാണ്. അതുകൊണ്ട് മെക്സിക്കോ അമേരിക്കയ്ക്ക് എന്നും ഒരു തലവേദനയാണ്. അത്തരം ഇഷ്യൂസ് എന്നും ഉണ്ട്. മെക്സിക്കോയും US-ഉം തമ്മിലുള്ള തലവേദന എന്നും ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ക്രിമിനൽ ഡ്രഗ് മാഫിയകളാണ്. അപ്പോൾ അവിടുത്തെ പക്ഷെ ഗവൺമെന്റിന് ആഗ്രഹമുണ്ട് നിയന്ത്രിക്കണം, പക്ഷെ അവിടുത്തെ മാഫിയ സമ്മതിക്കില്ല. മെക്സിക്കോ അവരുടെ ഹെവനാണ്, ഡ്രഗ് ഹെവനാണ്. അപ്പോൾ അവര് ലോകത്തിൽ നിന്ന് ഇത് എത്തിച്ചു കൊടുത്ത് കോടീശ്വരന്മാരായ വലിയ നെറ്റ്വർക്ക് ഉണ്ട് മെക്സിക്കോയിലേക്ക് അസംസ്കൃത മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കുന്നവര്. പിന്നെ ഇതിന്റെ വലിയ ഫാക്ടറികളുണ്ട്, അവരവിടുത്തെ വേറെ മാഫിയാണ്. ഇത് ലോകം മുഴുവൻ എത്തിച്ചു കൊടുക്കുന്ന വലിയ റാക്കറ്റ് ഉണ്ട്, അവരും വലിയ മാഫിയാണ്. സത്യം പറഞ്ഞാൽ മാഫിയ വാഴ്ചയുടെ ഒരു കേന്ദ്രമാണ് മെക്സിക്കോ. അപൂർവം പേർക്ക് ഭരണകൂടത്തിന് വലിയ ആഗ്രഹമുണ്ട് അവരെ നിലക്ക് നിർത്തണം. അവരെ കൊണ്ട് സ്വൈരം കെട്ട ആളുകളുണ്ട്, സമാധാന പ്രേമികളായ മനുഷ്യർ അവിടെ ഉണ്ടല്ലോ. അപ്പൊ ഈ മേയർ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര് കാർലോസ് ആൽബർട്ടോ മാൻസ റോഡ്രിഗസ്. കാർലോസ് മാൻസോ മറ്റോ അദ്ദേഹത്തിന് ചുരുക്കപ്പേര് അല്ലേ. അദ്ദേഹത്തിന് നവംബർ 1 ഡേ ഓഫ് ദി ഡെഡ് പരിപാടിക്കെതിരെ പൊതുജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് വെടിവെച്ച് കൊല്ലുന്നത്. അത് കാര്യം എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ നവംബർ 1 അന്നു മുതൽ അവിടെ പ്രക്ഷുബ്ധമാണ്, പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ശനിയാഴ്ച എന്ന് വെച്ചാൽ മിനിഞ്ഞാന്ന് ശനിയാഴ്ചയാണ് അത് പൊട്ടിത്തെറിച്ച് കലാപമായി തീർന്നത്. അപ്പൊ ഇദ്ദേഹത്തെ കൊന്നതാരാണ്? കൊന്നത് ഈ മാഫിയയാണ്. എന്താ കുറ്റം എന്നറിയോ? ആ നഗരത്തിലേക്ക് ഈ ക്രിമിനലുകൾ മയക്കുമരുന്ന് എത്തിക്കുന്ന മലമടക്കുകളിലെ കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്തിട്ട് പിടിക്കാൻ ഇദ്ദേഹം പോലീസിനെ അയച്ചു. സാധാരണ ഇതിൽ ധൈര്യപ്പെടില്ല ആരും. ഒരു ഉദ്യോഗസ്ഥനും ധൈര്യപ്പെടില്ല, ഒരു മേയറും ധൈര്യപ്പെടില്ല, ഒരു ഗവർണറും ധൈര്യപ്പെടില്ല, ഒരു മുഖ്യമന്ത്രിയും ധൈര്യപ്പെടില്ല. അവിടുത്തെ സ്ഥിതി അതാണ്. പക്ഷെ ഇദ്ദേഹം ധൈര്യപ്പെട്ടു. എല്ലാ ധൈര്യവും കൊടുത്തിട്ട് ഉദ്യോഗസ്ഥന്മാരെ നിർബന്ധിച്ച് പറഞ്ഞയച്ചു. അങ്ങനെ റെയ്ഡ് ചെയ്തു, കുറേ ക്രിമിനലുകളെ പിടിച്ചു, അറസ്റ്റ് ചെയ്തു, അകത്താക്കി. അദ്ദേഹത്തെയാണ് ഇത് വിട്ടുകഴിഞ്ഞാൽ, അങ്ങനെ ഒന്ന് അനുവദിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്നറിയോ? അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ മാഫിയക്കെതിരെ വ്യാപകമായ വേട്ട നടക്കും. അപ്പൊ ഈ മാഫിയ എന്ത് ചെയ്തു വെച്ചാൽ പരസ്യമായി കുന്നിറങ്ങി വന്ന് അവരുടെ താവളങ്ങളിൽ നിന്ന് വന്ന് ഇദ്ദേഹത്തെ ഒരു പൊതുയോഗത്തിലിട്ട് വെടിവെച്ചു. അതാണ് ഈ കഴിഞ്ഞ നവംബർ 1. 2 ആഴ്ചയായി. ഈ 2 ആഴ്ച അവിടെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ഒന്ന് നയിക്കണമല്ലോ. അപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയയിൽ ജെൻസി വലിയ തോതിൽ പ്രചാരണം നടത്തിയത്. ഇനിയും ഇവിടെ ഇത് അനുവദിച്ചു കൊടുത്താൽ കുറ്റവാളികളെ നിയന്ത്രിക്കാനുള്ള ശേഷിയുള്ള ഗവൺമെന്റ് ഇല്ലെങ്കിൽ, ആലോചിച്ചു, ഒരു മേയർ കൊല്ലപ്പെട്ടിട്ട് ബാക്കി ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പ്രസിഡന്റ് ഉണ്ട്, ഒക്കെ ഉണ്ട്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ മാഫിയകളെ ഭയപ്പെടുന്ന സർക്കാരാണ്. അവിടുത്തെ പ്രസിഡന്റ് ഈ പറഞ്ഞ മാതിരി ബംഗ്ലാദേശുമായിട്ട് ഒരുപാട് സാമ്യമുണ്ട് കേട്ടോ. ബംഗ്ലാദേശ് ഒരു വലിയ സാമ്യമുണ്ട്. കാരണം ഷെയ്ഖ് ഹസീന ലേഡിയാണ് ഇവിടുത്തെ, എന്താ അവരുടെ പേര്? അവരുടെ ക്ലോഡിയ അല്ലേ? ക്ലോഡിയ ഷെയ്ൻബോം. ക്ലോഡിയയും വനിതയാണ്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വനിതയാണ്. പക്ഷെ എന്താ വെച്ചാൽ ഈ മാഫിയകളുടെയൊക്കെ മുമ്പിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മാഫിയകൾക്ക് വേണ്ടി നാട് ഭരിക്കാൻ ഞങ്ങൾക്കൊരു പ്രസിഡന്റ് വേണ്ട എന്ന മുദ്രാവാക്യമാണ്. അതുകൊണ്ട് നാട് മരിക്കുകയാണ്, നാടല്ല അത് സത്യത്തിൽ ഒരു ഒരു മേയറല്ല മരിച്ചത്, നാടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വലിയ കലാപം. അപ്പോൾ ഇതിലുണ്ടായിരിക്കുന്നൊരു സംഭവ വികാസം ഇനി അന്വേഷിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ.
ആരാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഡീപ് സ്റ്റേറ്റ് ഇതിൽ ഉണ്ടാവുമല്ലോ, അതെ, അതാരായിരിക്കും? ആരാണ് ഈ കലാപത്തിൽ നല്ല സമയം നോക്കി കാത്തിരുന്നിട്ട് ഈ കലാപത്തിന് തിരികൊളുത്തിയത് ആരാണ്? അതായിരിക്കും ഒരു വിദേശ ശക്തി. അതിന് പിന്നെ യു എസിന് ഒരു പങ്കുണ്ട്. യു എസിന് അതിനുള്ള എല്ലാ സാധ്യത നമുക്കിപ്പോൾ പറയാൻ വയ്യ. യു എസിന് സാധ്യതയുണ്ട്. കാരണം ഇവരെ കൊണ്ട് പൊറുതിമുട്ടിയ ആദ്യത്തെ രാജ്യം യു എസ് തന്നെയാണ്. വേറൊരു സാമ്യം തീർച്ചയായിട്ടും ബംഗ്ലാദേശിൽ കളിച്ചത് ഡീപ് സ്റ്റേറ്റ് ഇറക്കിയത് ഇവർ തന്നെയാണ്. ഇതേ നാണയം ഇപ്പോൾ ബംഗ്ലാദേശിൽ, ദൂരത്തുള്ള ബംഗ്ലാദേശിൽ അവർക്ക് കളിക്കാമെങ്കിൽ തൊട്ടടുത്ത ഒരു വേലിക്കപ്പുറമുള്ള മെക്സിക്കോയിൽ കളിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ പലതുകൊണ്ടും ബംഗ്ലാദേശിലെ ജൻസി കലാപവുമായിട്ട് ഏറെ സാമ്യമുണ്ട് മെക്സിക്കോയിലെ കലാപത്തിന്. ഇനിയുള്ള ദിവസങ്ങളിൽ അതിന്റെ ഫോളോ അപ്പ് എന്തൊക്കെ നടക്കുന്നു. ഇപ്പോൾ 100 പേർക്ക് കൊല്ലപ്പെട്ടുവെന്നോ അല്ലേ, 100 പേര് കൊല്ലപ്പെട്ടുവെന്ന്, 120 പേര് അകത്തായി എന്നൊക്കെയാണ് വാർത്ത. എന്തായാലും അതിന്റെ തുടർച്ച വന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ. ഇപ്പോൾ ശനിയാഴ്ച നടന്ന കലാപത്തിന്റെ സൂക്ഷ്മാംശങ്ങൾ നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് കൂടുതൽ വാർത്തയുണ്ടാവും. എന്തായാലും മെക്സിക്കോയിൽ ജൻസി കലാപം നടന്നിരിക്കുന്നു, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത. അതിൻ്റെ വിശദാംശങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. ഇപ്പോൾ കിട്ടിയ വിവരം നമ്മൾ ഈ ബ്രേക്ക് ചെയ്യുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.